ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ഒരു മാഞ്ഞാലി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ മാഞ്ഞാലി ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ എന്താ, നമ്മൾ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ തേച്ചിട്ട് ഒരു മണിക്കൂർ നേരം അതിൽ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങനെ അടുപ്പത്ത് വെക്കുകയാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളച്ചിട്ട് നമുക്കതിൻ്റെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ചോറ് വെക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കറിക്ക് വേണ്ടിയിട്ട് ഇതിൽ ഈ വെള്ളം ആദ്യം ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ പീസൊക്കെ ഇതിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് വേറെ പൊരിക്കണം കേട്ടോ. ഇതിൽ മസാല ഒന്നുകൂടി തേച്ചിട്ട് നമുക്കിത് സാധാരണ പൊരിക്കണ പോലെ പൊരിച്ചെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്കിത് മാറ്റി വെക്കണം. അപ്പോൾ ഇതൊക്കെ ഇതങ്ങനെ മാറ്റി വെച്ചുക്കണു. ഇനി നമുക്ക് ചൂടാറിയിട്ട് അതിൽ മസാല തേക്കണം. അതിൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഇനി നമുക്ക് ചോറ് വെക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ഈ ചെമ്പടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തുകൊണ്ട് ആ നെയ്യ് ചൂടായൊക്കെ നമ്മളിതാ ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം അതിലേക്ക് നമ്മളിതാ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇനി നമുക്ക് അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് ഞാൻ ഇവിടെയൊക്കെ സ്പീഡ് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതിനിതാ അമ്മ ഇവിടെ അരി കഴുകുകയാണ്. അപ്പോൾ ഉള്ളി നമ്മളിവിടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ അവിടെ ചൂടാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്നുള്ള അളവിലാണ് കേട്ടോ. നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ വെക്കൂലേ, അതുപോലെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ക്യാരറ്റ് തട്ട് കൊടുക്കണം. അതുപോലെ ഇലകൾ, മല്ലിയിലയും പുതിനയിലയും വേപ്പിൻ്റെ ഇലയും നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മളവിടെ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചുകൊള്ളു കേട്ടോ. അതിപ്പോൾ ഒരു അരമണിക്കൂർ നേരമൊക്കെ ആയി നമ്മൾ മസാല തേച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കുന്നതിന് മുന്നേറ്റ് ഉള്ളി പൊരിച്ചെടുക്കണം കേട്ടോ. ഈ ചോറിലേക്ക് ആവശ്യമുള്ള ഉള്ളിയാണ്. അപ്പോൾ ആ വെള്ളം നല്ലോണം തിളച്ച് വന്നിക്കണു. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി നമ്മൾ നേരെ നോക്കണം കേട്ടോ. കുക്കറിൽ വെക്കണ പോലെയല്ല, നമ്മൾ ഈ ചെമ്പട്ടിയിൽ വെക്കുമ്പോൾ അടുത്ത് നിന്നിട്ട് തന്നെ നോക്കണം അടി പിടിക്കണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്കുള്ള അരി പെട്ടുക്കണു. ഇനി ഇത് നമുക്ക് ഇപ്പം തന്നെ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് ലേശം ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം കൊണ്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇനി ഇതാ ഉള്ളി ഇവിടെ മൂത്ത് വന്നോക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊരിച്ച് അങ്ങനെ വരുന്നതിൻ്റെ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി നമ്മളതിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് പാത്രത്തേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ഒന്നുകൂടി മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് അത്ര ഉപ്പ് മതി. അപ്പം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ. ചിക്കനിൽ അപ്പോൾ ഞാൻ മസാലയൊക്കെ തേച്ചിക്കണു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ചീച്ചും കൂടി നമ്മൾ തേച്ചിക്കണു കേട്ടോ. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചോറും തുറന്ന് നോക്കാം. അപ്പോൾ ആ ചോറ് ഇവിടെ ഇങ്ങനെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ പൊരിച്ച് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ഇലകൾ കേട്ടോ, മല്ലിയിലയും പുതിനയിലയും വേപ്പിൻ്റെ ഇലയും നമ്മൾ ഇട്ടെടുത്ത് നമുക്ക് ഇനി ദമ്മിന് വെക്കാം കേട്ടോ. അത് അപ്പോൾ ഞാൻ ഫോയിൽ പേപ്പർ കൊണ്ടാണ് കേട്ടോ വെക്കുന്നത്. നമുക്കിവിടെ അടുപ്പില്ലാത്തത് കാരണം നമ്മൾ ഫോയിൽ പേപ്പർ കൊണ്ടാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇത് നമുക്ക് ഫോയിൽ പേപ്പർ കൊണ്ട് നല്ലോണം അടച്ച് വെച്ചിട്ട് ഇതിന് മേലെ ഒരു പാത്രം വെക്കാം കേട്ടോ. ഇനി അതൊരു 3/4 മണിക്കൂർ നേരം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴുള്ള നമുക്ക് അതിൻ്റെ നല്ല മണമൊക്കെ കിട്ടും കേട്ടോ. ചോറിൽ ആ നെയ്യിൻ്റെയൊക്കെ നല്ല മണം. അപ്പം ചിക്കൻ ഇതവിടെ പൊരിച്ച് കോരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ചട്ടിയിൽ നമുക്ക് കറി വെക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആ പൊരിച്ച എണ്ണ തന്നെയാണ് കേട്ടോ അതിലേക്ക് പാർന്ന് കൊടുക്കുന്നത്. അപ്പം ഇനി അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇത് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഉള്ളി ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളിയുടെ ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വേഗം നമുക്ക് ഉള്ളി ആയി കിട്ടും കേട്ടോ. അപ്പോൾ അത് ആ ഉള്ളി ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് തക്കാളി, പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തുക്കണം. ഇനി ഇതൊന്നും ഇങ്ങോട്ട് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് അതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതാ ഒരുവിധം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചത് കേട്ടോ, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഇത് അരച്ചതാണ് ഇട്ട് കൊടുത്തു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ കാശ്മീരി ചില്ലി അത് നമ്മൾ വെള്ളത്തിൽ കലക്കി കുറച്ച് നേരം വെച്ചതാണ് കേട്ടോ. അതും കൂടി നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുത്തുക്കണം. നന്നായിട്ട് ഇളക്കി റെഡിയാക്കാം. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വേറെ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഈ കറിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കി.
അങ്ങനെ നമ്മൾ മസാലകൾ കുറച്ച് നേരം വെള്ളത്തിൽ അങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ കറി വെക്കുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ദമ്മ് ഇതാ തുറന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ മാഞ്ഞാലി ബിരിയാണിക്കുള്ള ചോറ് ഇവിടെ റെഡി ആയിക്കണു. ഇനി നമ്മളടുത്ത പരിപാടി കറി വെക്കണം കേട്ടോ. അത് നല്ലോണം നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ഇതൊന്നും ഇല്ലാതെ നമുക്ക് നല്ലോണം റെഡിയായി കിട്ടണം. പിന്നെ നമ്മൾ ഈ വെള്ളം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിൽ മാറ്റി വെച്ചില്ലേ, ആ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ നല്ല ഒരു ഫ്ലേവർ ഇതിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പൊരിച്ചിട്ട് മാത്രമാണ് അങ്ങനെ നമ്മൾ കറി വെക്കണമെങ്കിൽ വലിയൊരു ഫ്ലേവർ ഇതിൽ കിട്ടില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഒരു എല്ലാതും ആ വെള്ളത്തിലുണ്ടല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ആ പൊരിച്ച് വെച്ച ചിക്കനും കൂടി നമ്മളിത് അങ്ങനെ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കറി ഇതവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് നേരം ഒന്ന് അങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇത് അവിടെ റെഡി ആയിക്കണു. അപ്പോൾ നമ്മളെ ചോറും കറിയും ഒക്കെ ഇവിടെ ആ ചിക്കൻ്റെ ഗ്രേവി എല്ലാം ഇവിടെ റെഡി ആക്കണം. അതിൻ്റെ ഇടയിൽ തൈര് ഉണ്ടാക്കിയിരുന്നു, ഉള്ളിൻ തൈരും ഇവിടെ റെഡി ആയിക്കണു. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മളെ മാഞ്ഞാലി ബിരിയാണിക്കുള്ള. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.